ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കാളിയമർദ്ദനം പറഞ്ഞു. എത്ര പേരത് കേട്ടു? പിന്നെ പലരുടെയും ഉള്ള ഒരു പരാതിയാണ്, നമ്മുടെ വീഡിയോയ്ക്കകത്ത് കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ധാരാളം പരസ്യങ്ങൾ വരുന്നു എന്നുള്ളത്. ഈ പരസ്യങ്ങൾ, ഈ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയിൽ ധാരാളം പരസ്യങ്ങൾ യൂട്യൂബ് തന്നെ ഇടും. അത് യൂട്യൂബിൻ്റെ ഒരു വരുമാന മാർഗമാണ്. എനിക്കായിട്ട് അതിലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പരസ്യം വേണം എന്ന് പറഞ്ഞ് ഒരു സ്പെസിഫിക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. നമ്മളിപ്പോൾ വളരെ ഒരു നല്ല സിനിമ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനലുകാർ ധാരാളം പരസ്യം അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാറില്ലേ? നമ്മൾ പക്ഷേ ആ സിനിമ നമുക്ക് കാണണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷമയോടുകൂടിയിരുന്ന് നമ്മൾ കാണാറുമുണ്ട്. ഭഗവാന്റെ കഥകളല്ലേ, ഒന്ന് ക്ഷമിക്കൂ, ക്ഷമയോടുകൂടിയിരുന്ന് ഒന്ന് കേൾക്കൂ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള ഒരു കഴിവ് നമുക്കവിടെ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്ന് മഹാഭാഗവതത്തിലെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു കഥാഭാഗം നോക്കാം. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗലോകത്തിൻ്റെ അധിപതിയായ ദേവേന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിക്കുന്ന ഭാഗമാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ക്ഷമയോടുകൂടി കേട്ടുകൊള്ളുക. ഗോപന്മാരുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? പശുക്കളാണ്. പശുപാലനമാണ് അവരുടെ തൊഴിൽ. പശുക്കൾ വളരെ പുഷ്ടിയോടുകൂടി വളരണമെങ്കിൽ, ധാരാളം പാല് പശുക്കൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തു വേണം? അവർക്ക് ഇഷ്ടം പോലെ നല്ല ഇളം പുല്ലുകൾ തിന്നണം. പുല്ലുകൾ സമൃദ്ധിയായി വളരണമെങ്കിൽ എന്തു വേണം? കൃത്യസമയങ്ങളിൽ, കൃത്യമായ ഇടവേളകളിൽ മഴ പെയ്യണം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മഴയുടെ അധിപതി ആരാണ്? ഇന്ദ്രൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസമനുസരിച്ചിട്ട് ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചില പൂജകളും ആഘോഷങ്ങളുമൊക്കെ നടത്തുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ദ്രദേവൻ പ്രീതിപ്പെടണം, കൃത്യസമയത്ത് നമുക്ക് മഴ തരണം, മഴ അധികമാകരുത്. ആ മഴ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പുല്ലുകൾ വളരുകയുള്ളൂ. ആ പുല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പശുക്കൾക്ക് നന്നായി ആഹാരം കഴിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഗോപന്മാർക്ക് സമൃദ്ധിയായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഈ കാറ്റിനെയും മഴയെയും പൂക്കളിനെയും നദിയെയും ഒക്കെ പൂജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് പ്രകൃതിയാണ്. ഈ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ പഴയ കാലത്തെ ആളുകൾ പറഞ്ഞു തന്നിരുന്നതാണ്, ഇതിനെയൊക്കെ ദൈവത്തിൻ്റെ രൂപത്തിൽ കാണണം. ഈ ദൈവം എന്ന് പറയുന്നത് നമ്മളെന്താണ്? നമ്മളെപ്പോലുള്ള പഴയ ആളുകൾ, പഴയ ചിന്താഗതിയുള്ള ആളുകൾ ദൈവത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ദൈവം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടാനുള്ളതാണ്. നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാനാണ്. നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാനെ നമ്മൾ പൂജിക്കണം. ഭഗവാൻ ആപത്തൊന്നും വരരുത്. അപ്പോൾ മഴ ദൈവമാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. നദി, കാളിന്തി നദി, ഗംഗാ നദി, യമുനാ നദി, ഇത് ദേവിയാണ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? വിഷം കലക്കില്ല, അതിനെ സംരക്ഷിക്കും. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും സംരക്ഷിക്കുമ്പോൾ അക്കൂട്ടത്തിൽ എന്തും കൂടെ സംരക്ഷിക്കപ്പെടും? പ്രകൃതി സംരക്ഷിക്കപ്പെടും. പ്രകൃതി സംരക്ഷിക്കപ്പെട്ടാൽ ജീവരാശി സംരക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമമായ സംസ്കാരമാണ് സനാതന സംസ്കാരം എന്ന് പറയുന്നത്. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, നന്മ മാത്രമുള്ള ഒരു സംസ്കാരമാണ് എന്ത്? സനാതന സംസ്കാരം. അങ്ങനെ ഗോപന്മാർ എല്ലാ വർഷവും ഇന്ദ്രന് പ്രീതികരമായ ചില ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഒരു ഇന്ദ്രയാഗം തന്നെ നടത്തുന്ന പതിവ് അവർക്ക് ഉണ്ടായിരുന്നു. തങ്ങൾ വൃന്ദാവനത്തിൽ വന്നിട്ട് ഒരു യാഗം നടത്തേണ്ട കാലമായിട്ടില്ല എങ്കിലും
ആ വർഷത്തിൽ ഒരു ഇന്ദ്രയാഗം നടത്തണമെന്ന് നന്ദഗോപർക്ക് ഒരാഗ്രഹം ജനിച്ചു. ആ വിവരം മറ്റുള്ള ഗോപന്മാരെ ധരിപ്പിച്ചപ്പോൾ അവരും സമ്മതിച്ചു. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, തങ്ങൾ വൃന്ദാവനത്തിൽ വന്നിട്ട് എന്നൊരു വാചകം ഞാനിവിടെ പറഞ്ഞു. അതായത് ഈ ഗോപന്മാർ അവരുടെ ഒരു ശീലമുണ്ട്. കുറേ കാലം ഒരു സ്ഥലത്ത് ഒന്നിച്ച് താമസിച്ചതിന് ശേഷം പിന്നീട് അവിടുത്തെ ആ പുല്ലുകളൊക്കെ ഒന്ന് പോയി കഴിയുമ്പം നല്ല പുൽമേടുകളുള്ള മറ്റൊരു സ്ഥലം കാണുമ്പോൾ അവിടേക്ക് അവർ പോകും. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് അവർ വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ എന്നാണ് ഇവിടെ നന്ദഗോപർ ഉദ്ദേശിച്ചത്. ഈ വിവരം മറ്റുള്ള ഗോപന്മാരെയൊക്കെ അറിയിച്ചപ്പോൾ അവരും അത് സമ്മതിച്ചു. അങ്ങനെ ഇന്ദ്രയാഗം നടത്തുവാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അതിനു വേണ്ട സാധന സാമഗ്രികൾ നന്ദഗോപൻ്റെ അഭിപ്രായ പ്രകാരം മറ്റുള്ള ഗോപന്മാർ ശേഖരിക്കുവാൻ തുടങ്ങി. ഗോപസ്ത്രീകൾക്കും വലിയ ഉത്സാഹമായി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആര്? സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരി. കൃഷ്ണൻ നന്ദഗോപനോട് ചോദിച്ചു, എന്തിനാണച്ചാ ഇങ്ങനെയൊരു കാര്യമൊക്കെ ചെയ്യുന്നത്? ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഉടനെ തൻ്റെ മകനെ പിടിച്ചു മടിയിലിരുത്തി വാത്സല്യപൂർവം തഴുകിക്കൊണ്ട് നന്ദഗോപര് ഇങ്ങനെ പറഞ്ഞു, ഭൂമി സസ്യസമ്പൂർണമാകണമെങ്കിൽ കാലാകാലം മഴ പെയ്യണം. മഴ പെയ്ത് പുല്ലുകൾ സമൃദ്ധിയായി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പശുക്കൾ പട്ടിണിയായി പോകും. മേഘങ്ങളാണ് മഴയുണ്ടാക്കുന്നത്. ആ മേഘങ്ങളെ നിയന്ത്രിക്കുന്ന ദേവത ഇന്ദ്രനാണ്. അതിനാൽ ആ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു യാഗം നടത്താനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉത്സാഹങ്ങളൊക്കെ എന്ന് നന്ദഗോപര് കൊച്ചുകൃഷ്ണനോട് പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ മന്ദസ്മിതം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, നമുക്കും നമ്മുടെ പശുക്കൾക്കും ആഹാരം തരുന്നത് ദൈവമല്ലേ? നമ്മുടെ കർമ്മഫലമനുസരിച്ച് നമുക്കത് ലഭിക്കുന്നു. വിശേഷിച്ച് നമ്മുടെ ഗോവർദ്ധന പർവ്വതമാണ് നമ്മുടെ പശുക്കൾക്ക് അന്നം നൽകി രക്ഷിക്കുന്ന കുലദേവത. ഇന്ദ്രയാഗത്തിന് സംഭരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഗോവർദ്ധനത്തിന് ഒരു യാഗം നടത്തിയാൽ ആ പർവ്വതരാജൻ നമ്മുടെ പശുക്കളെ സംരക്ഷിക്കും. നമ്മുടെ കൺമുമ്പിൽ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യക്ഷ ദേവതയാണ് ആ പുണ്യശൈലം. ശ്രദ്ധിച്ചു കൊള്ളുക. ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാചകം എന്താണ്? നമ്മുടെ കൺമുമ്പിൽ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷ ദേവതയാണ് ആ പുണ്യശൈലം. നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ദേവത കാണും. ആ ദേവതയെ മറന്നിട്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ദൂരെയുള്ള ദേവതകളെ തേടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അമ്മയ്ക്ക് ആഹാരം കൊടുക്കാതെ ആയിരിക്കാം നമ്മൾ എന്തു ചെയ്യുന്നത്? അനാഥാലയത്തിലെ അമ്മമാർക്ക് ഭക്ഷണം വിളമ്പി സെൽഫി എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യുന്നത്. അത് പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. ലോകപരിചയവും അറിവും സിദ്ധിച്ച ഒരു വിജ്ഞാനി പറയുന്നത് പോലെയുള്ള കൃഷ്ണൻ്റെ അഭിപ്രായം നന്ദഗോപർ മറ്റുള്ളവരെ അറിയിച്ചു. അപ്പോൾ അത് കൂടുതൽ സ്വീകാര്യമായി അവർക്ക് തോന്നി. ഇന്ദ്രയാഗമല്ല, ഗോവർദ്ധന യാഗമാണ് നമുക്ക് വേണ്ടതെന്ന് ഒടുവിൽ അവർ ഐകകണ്ഠേന അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് ഒരു നല്ല മുഹൂർത്തത്തിൽ യാഗവും ആരംഭിച്ചു. ഗോപവാടം മുഴുവനും സ്ത്രീജനങ്ങൾ അടിച്ചു തളിച്ചു വൃത്തിയാക്കി പലവിധ വർണ്ണപുഷ്പങ്ങളാലും തോരണങ്ങളാലും അലങ്കരിച്ചു. ഗോപന്മാർ ഒത്തുചേർന്ന് ഗോവർദ്ധനഗിരിയെയും അതിൻ്റെ പരിസരങ്ങളെയും അതിമനോഹരമായ വിധം അലങ്കരിച്ചു, മൂടി പിടിപ്പിച്ചു. കമനീയങ്ങളായ കമാനങ്ങൾ കെട്ടി പർവ്വതത്തിൻ്റെ ഉന്നത ശൃംഖത്തിൽ ഒരു കൊടി നാട്ടി. അതിന്മേൽ വർണ്ണപ്പകിട്ടാർന്ന കൊടിക്കൂറയും തൂക്കി. വിവിധ തരത്തിലുള്ള വാദ്യമേളങ്ങളും ജയഘോഷങ്ങളും ഭേരീനാദങ്ങളും അന്തരീക്ഷം ഭേദിക്കുമാറ് സദാ മുഴങ്ങിത്തുടങ്ങി. അവൽ, മലർ, അപ്പം,
വട, പാൽപ്പായസം, ശർക്കരപ്പായസം, പഴം, കരിമ്പ്, കരിക്ക് തുടങ്ങിയ നൈവേദ്യ സാധനങ്ങൾ ലോഭമില്ലാതെ പർവ്വത പുരോഭാഗത്ത് അവർ സംഭരിച്ചു. ആയിരക്കണക്കിന് എണ്ണവിളക്കുകളും നെയ്വിളക്കുകളും തെളിഞ്ഞു. പൂജാമന്ത്രങ്ങളും വേദധ്വനികളും അന്തരീക്ഷത്തിൽ അലയടിച്ചു. പരിമളം നിറഞ്ഞ ധൂമങ്ങളും എമ്പാടും പരന്നു. ഇന്ദ്രയാഗത്തേക്കാൾ 10 മടങ്ങ് ആർഭാടത്തോടു കൂടിയാണ് ഗോവർദ്ധന യജ്ഞം ഗോപന്മാർ ആഘോഷിച്ചത്. ഗോപസ്ത്രീകൾ കുളിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രങ്ങളും ധരിച്ച് പൊൻതാലവുമേന്തി പർവ്വതത്തിന് വലം വെച്ച് നൃത്തം ചെയ്തു. ധാരാളം കാണികളും വന്നുകൂടിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി നന്ദഗോപർ മറ്റുള്ള ഗോപന്മാരോട് ഇങ്ങനെ പറഞ്ഞു: വാസ്തവത്തിൽ ഇതുതന്നെയായിരുന്നു നാം നടത്തേണ്ടിയിരുന്നത്. സത്യത്തിൽ നാം ഗോപന്മാരല്ല, യാദവരാണ്. പശു മേയ്ക്കുന്ന തൊഴിലിൽ നാം ഉൾപ്പെട്ടതുകൊണ്ട് ഗോപന്മാർ എന്ന് നമ്മെ വിളിക്കുന്നു എന്ന് മാത്രം. രോഹിണി യാദവനായ വസുദേവരുടെ പത്നിയല്ലേ? അവൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അവളെയും ഗോപസ്ത്രീ എന്ന് വിളിക്കുന്നു. യാദവ നേതാവായ വസുദേവരുടെ മാതുലനാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ നാം എല്ലാവരും യാദവ വംശത്തിൽ നിന്നും വന്നവരാണ്. ആ നിലയിൽ ഗോപന്മാർ നടത്തി വന്ന ഇന്ദ്രയാഗം യാദവന്മാർ നടത്താത്തതിൽ ഇന്ദ്രന് കോപമൊന്നും വരാൻ ഇടയില്ല. പക്ഷേ പർവ്വതങ്ങളുടെ പക്ഷങ്ങൾ മുറിച്ചവനാണ് ഇന്ദ്രൻ. ആ വിധത്തിൽ പർവ്വതശത്രുവായ ഇന്ദ്രന് ഗോവർദ്ധനയാഗം കഴിക്കുന്നത് കൊണ്ട് നമ്മോട് വിരോധം തോന്നുമോ എന്നെനിക്കൊരു സംശയവും ഉണ്ട്. പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ നന്ദഗോപർ പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് ശരി തന്നെ എന്ന് അഭിപ്രായപ്പെട്ടു. യാഗം അമംഗളമൊന്നും കൂടാതെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നു. നൈവേദ്യങ്ങളും പൂജകളും അർപ്പിക്കുന്ന സമയമായി. മണിനാഥങ്ങളും ശംഖധ്വനികളും മുഴങ്ങി. ആ സമയം സാക്ഷാൽ വൈകുണ്ഠപതി അവിടെ ആ പർവ്വതത്തിൽ പ്രവേശിച്ച് സ്വയം പർവ്വതമായി രൂപം പ്രാപിച്ച് ആ നൈവേദ്യങ്ങൾ സ്വീകരിച്ചു. അതെല്ലാം അവിടെ കൂടി നിന്നിരുന്ന ആളുകൾ ഒരു നിമിഷം കാണുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മായയുടെ പ്രഭാവത്താൽ അവരത് മറന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഗിരീന്ദ്രൻ അനുഗ്രഹപൂർവം ഇങ്ങനെ അരുളി ചെയ്തു: ഗോപന്മാരെ, നിങ്ങളുടെ യാഗത്താൽ ഞാൻ അതീവ സംപ്രീതനായിരിക്കുന്നു. എന്നിൽ കൂടി ദേവകളും പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ഗോക്കൾക്കും ഞാനെന്നും ആശ്രയമായിരിക്കും. നിങ്ങൾക്ക് മംഗളമുണ്ടാവട്ടെ. പെട്ടെന്ന് ഒരു നിഴൽ അവിടെ പരന്നു. ആ നിഴലിൽ കൂടി ഗോവർദ്ധന ഭഗവാൻ അപ്രത്യക്ഷനായി. ഇതെല്ലാം ഗോപാലന്മാർ കാണുകയാണ്. അവർക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഇതുവരെ അവർ ഇന്ദ്രയാഗം നടത്തുമ്പോൾ അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസ് മഹേശ്വരൻ മുഖേന ദേവകൾ സ്വീകരിക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ കുലദേവതയായ ഗോവർദ്ധനം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സകല നൈവേദ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നു. അതും കൂടി കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി. ഈ കഥകളും സംഭവങ്ങളും ഗോവർദ്ധന മാഹാത്മ്യങ്ങളുമെല്ലാം പുകഴ്ത്തിക്കൊണ്ട് ഗോപാലന്മാരും ഗോപസ്ത്രീകളും അന്ന് ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി. ആ ഇടയ്ക്ക് നാരദമുനി ദേവേന്ദ്രനെ ചെന്ന് കാണുകയും ഗോപന്മാർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രയാഗം മുടക്കി അതിനു പകരം ഗോവർദ്ധനയാഗം നടത്തിയ കഥ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. തന്നെ അവഗണിച്ച ഗോപന്മാർ തനിക്കുള്ള യാഗം കേവലം ഒരു പർവ്വതത്തിന് നൽകി എന്നുള്ള വാർത്ത ദേവേന്ദ്രനെ ചൊടിപ്പിച്ചു. തന്നെ അപമാനിച്ച് തൻ്റെ ശത്രുവിനെ ബഹുമാനിച്ച് പൂജിച്ചിരിക്കുന്നു. എന്തൊരു ധിക്കാരമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിനു തക്ക പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തിന്
ദേവരാജനായി വാഴുന്നു. ഈ യാഗം മുടക്കിയത് കൃഷ്ണനാണെന്ന് ബോധ്യമായി. അവൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ധരിച്ചിരിക്കുന്നത് പരമമായ അബദ്ധം. അവൻ വിഷ്ണുവല്ല. വിഷ്ണുവാണെങ്കിൽ ദേവന്മാരോട് വിരോധമോ വൈരാഗ്യമോ തോന്നാൻ യാതൊരു ന്യായവുമില്ല. വിഷ്ണു ദേവപ്രിയനാണ്, ദേവകൾക്ക് അനുകൂലിയും സഹായിയുമാണ്. വിഷ്ണു ഒരിക്കലും ഇന്ദ്രനുള്ള യാഗം മുടക്കുകയില്ല. ആ നിലയ്ക്ക് ഈ കൃഷ്ണൻ വിഷ്ണുവല്ല. ഇങ്ങനെയൊക്കെ ദേവേന്ദ്രന് തോന്നുകയാണ്. എന്തൊരു കഷ്ടം! അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. മഹാബലി ദേവലോകം അടക്കി ഭരിച്ചപ്പോൾ വിഷ്ണുവാണ് വാമനനായി അവതരിച്ച് സ്വർഗം തിരിച്ചു വാങ്ങിത്തന്നത്. പാലാഴി മഥന സമയത്ത് മോഹിനി വേഷം ചമഞ്ഞ് അസുരന്മാരെ മയക്കി അമൃത് വീണ്ടെടുത്ത് ദേവകൾക്ക് നൽകിയതും വിഷ്ണു തന്നെയാണ്. ദേവശത്രുവായിരുന്ന രാവണനെ വധിച്ച് ദേവകൾക്ക് ക്ഷേമമുണ്ടാക്കി കൊടുത്തതും വിഷ്ണു തന്നെയാണ്. ദേവകളെ സദാ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന അസുരന്മാർ ദുഷ്ടരാജാക്കന്മാരായി ഭൂമിയിൽ പിറന്നപ്പോൾ അവരുടെ വംശത്തിന് നാശം വരുത്തുന്നതിനായിട്ട് ഭാർഗവരാമനായി അവതരിച്ചതും വിഷ്ണു തന്നെയാണ്. ദേവശത്രുവായ ഹിരണ്യകശിപുവിനെ വധിച്ച് ദേവകൾക്ക് ക്ഷേമം വരുത്തുവാൻ വേണ്ടി നരസിംഹമായി അവതരിച്ചതും വിഷ്ണു തന്നെയാണ്. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ദേവപ്രിയനായ വിഷ്ണുവാണ് ഈ മനുഷ്യബാലനായ കൃഷ്ണനെങ്കിൽ അവൻ എന്തുകൊണ്ട് എൻ്റെ യാഗം മുടക്കി? അതുകൊണ്ട് അവൻ വിഷ്ണുവല്ല. ആര് എങ്ങനെ തപസ്സു ചെയ്താലും അവർക്കിഷ്ടമുള്ള വരം കൊടുക്കുന്ന ശുദ്ധാത്മാവായ ബ്രഹ്മദേവനും ഇവൻ വലിയ ആളാണെന്ന് ഭാവിച്ചാണ് നടക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതി. പക്ഷേ ഇന്ദ്രൻ അത് വകവെച്ചു കൊടുക്കുവാൻ പോകുന്നില്ല. ആ കള്ളനായ ഇടയൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് ഗോപന്മാരെ നല്ല പാഠം പഠിപ്പിക്കണം. ഗോവർദ്ധനം അവരെ ഒന്ന് രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി സത്യത്തെ മറന്നുകൊണ്ട് ഇന്ദ്രൻ പറയുകയാണ്. അതിനുശേഷം സർവവും നശിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ വജ്രായുധവുമേന്തി ഐരാവതത്തിൻ്റെ മുകളിൽ കയറി ദേവേന്ദ്രൻ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. പ്രളയമേഘങ്ങളെയും കൂട്ടുവിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പെട്ടെന്ന് വൃന്ദാവനത്തിൻ്റെ മുകളിലെ ആകാശമണ്ഡലമാകെ പ്രളയകാളമേഘങ്ങളാൽ സമാവൃതമായി. സൂര്യപ്രകാശം കുറഞ്ഞു. സർവത്ര ഇരുട്ട് വ്യാപിച്ചു. ഭയങ്കരങ്ങളായ ഇടിമുഴക്കങ്ങളും മിന്നലുകളും ശക്തിയായ കൊടുങ്കാറ്റും പ്രകൃതിയെ ഭീകരമാക്കി തീർത്തു. തുമ്പിക്കൈ വണ്ണത്തിൽ ഇടവിടാതെയുള്ള പേമാരി. ആബാലവൃദ്ധം ഗോപികാ ഗോപന്മാരും ഗോപവൃന്ദങ്ങളും മരണഭീതിയോടുകൂടി പകച്ചുപോയി. കൊടുങ്കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു. കാട്ടാറുകൾ കുത്തിയൊഴുകുന്നു. വീടുകൾ നശിക്കുന്നു. കൃഷ്ണ, ഇതെന്താണ് ഈ കാണുന്നത്? നന്ദഗോപർ നെഞ്ചും തടവിക്കൊണ്ട് മകനോട് ചോദിച്ചു. അപ്പോൾ കൃഷ്ണനെ നോക്കി എല്ലാവരും പറഞ്ഞു, കൃഷ്ണ, ഇത് ഇന്ദ്രൻ ചെയ്യുന്ന ദ്രോഹമാണ്. യാഗം മുടക്കിയതിനാൽ ഇന്ദ്രന് ദേഷ്യം വന്നിരിക്കുന്നു. അവൻ ചെയ്യുന്ന പ്രതികാരമാണിത്, സംശയമില്ല. മഴയില്ലാത്ത ആ കാലത്ത് ഈ വിധം ഒരു പ്രളയം, അത് തെറ്റാണ്. അത് ഇന്ദ്രൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കൃഷ്ണനത് മനസ്സിലായി. ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു, നാം യാഗം കഴിച്ചത് ഗോവർദ്ധനത്തിനല്ലേ? ആ ഗോവർദ്ധനം നമ്മെ രക്ഷിക്കും. വരൂ, പശുക്കളോടും കുട്ടികളോടും കൂടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ. ഇവിടെ ഇനി ആരും താമസിക്കണ്ട. എല്ലാവരും എൻ്റെ കൂടെ വരൂ. എല്ലാവരെയും വിളിച്ചോളൂ. സ്ത്രീകളും പോരട്ടെ, പശുക്കളും പോരട്ടെ. ഗോവർദ്ധനം നമ്മെ രക്ഷിക്കും. എല്ലാവരും അവരുടെ സ്വത്തുക്കളായ പശുക്കളോടും കുഞ്ഞുങ്ങളോടും പശുക്കുട്ടികളോടും സ്ത്രീകളോടും എല്ലാവരോടും കൂടി എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുഗമിച്ചു. എല്ലാവരും ഗോവർദ്ധനത്തിൻ്റെ അടുത്തെത്തി. കൃഷ്ണൻ മുമ്പോട്ടെടുത്ത് തൻ്റെ കൊച്ചു കൈകൊണ്ട് ആ പർവ്വതത്തെ
കുത്തിപ്പറിച്ചെടുത്തു പൊക്കി ഒരു കുടയായി പിടിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: ഇതാ കണ്ടില്ലേ, നമ്മെ അനുഗ്രഹിക്കുന്നതിനായി ഗോവർദ്ധനം തനിയെ പൊങ്ങിയിരിക്കുന്നു. ഇനി ഇത് താഴെ വീഴുകയും ഒന്നുമില്ല. എങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ഒരു നേരം പോക്കായി ഞാൻ ഒറ്റ കൈകൊണ്ട് ഇതിനെ താങ്ങിയിരിക്കുന്നു എന്നു മാത്രം. ഇതിനടിയിൽ നമുക്കും നമ്മുടെ പശുക്കൾക്കും മഴയും വെയിലുമേൽക്കാതെ സുഖമായി കഴിഞ്ഞുകൂടുന്നതിനുള്ള സ്ഥലമുണ്ട്. എല്ലാവരും ഇതിനടിയിൽ വന്ന് നിന്ന് സുഖമായി കഴിഞ്ഞുകൊള്ളുക. ഇന്ദ്രൻ എത്ര സമയം ഈ വിധം പ്രവർത്തിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. വാമഹസ്തത്താൽ പർവ്വതത്തെ താങ്ങിക്കൊണ്ടും ദക്ഷിണഹസ്തത്താൽ പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ടും സാക്ഷാൽ വൈകുണ്ഠപതി ശ്രീകൃഷ്ണൻ ആ നിൽപ്പിൽ അങ്ങനെ നിന്നു. ഗോപന്മാർ അവരുടെ സ്ത്രീകളും കുട്ടികളും പശുക്കളും പശുക്കുഞ്ഞുങ്ങളും ആ കുന്നിനടിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ തുടങ്ങി. ആഹാരത്തിന് ഗോപന്മാർ പശുക്കളുടെ പാലുപയോഗിച്ചു. പെരുമഴയാണെങ്കിലും പശുക്കൾ പുറത്തിറങ്ങി പുല്ലു തിന്ന് തിരിച്ച് മലയുടെ അടിയിൽ വന്ന് വിശ്രമിച്ചു. ഇന്ദ്രൻ ഇടവിടാതെ പെരുമഴ പെയ്യിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും പശുക്കൾക്കും യാതൊരു പ്രയാസവും ഉണ്ടായില്ല. കുന്നും ചുമന്നുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ്റെ കായാമ്പൂമേനി വിയർക്കുന്നത് കണ്ട് ഭക്തകളായ ഗോപസ്ത്രീകൾ കണ്ണുനീർ പൊഴിച്ചു. മകൻ്റെ നിൽപ്പ് നോക്കി യശോദ ചുണ്ടു വിതുമ്പി കരയുന്നത് കണ്ട് ബലരാമൻ അടുത്തു ചെന്ന് സമാധാനപ്പെടുത്തി. അമ്മേ, എന്തിനു സങ്കടപ്പെടുന്നു? പർവ്വതം തനിയെ പൊങ്ങിയിരിക്കുകയാണ്. അതല്ലാതെ കൃഷ്ണന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അവൻ വെറുതെ എല്ലാവരെയും സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി കയ്യും പൊക്കി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിധം സമാധാനപ്പെടുത്തി എങ്കിലും ജ്യേഷ്ഠനായ ബലരാമനും അനുജൻ്റെ ഈ നിൽപ്പ് കണ്ട് സങ്കടം തോന്നി. രാമൻ സാവധാനം ഭഗവാന്റെ അടുത്തു ചെന്ന് സ്നേഹപൂർവം ഇപ്രകാരം ചോദിച്ചു: അനുജ, കൃഷ്ണ, ഭാരം കൊണ്ട് നീ വിഷമിക്കുന്നുണ്ടോ? ക്ഷീണം തോന്നുന്നു എങ്കിൽ കുറേ നേരം പോയിരുന്ന് വിശ്രമിക്ക്. നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ ചുമക്കാം. ലോകം മുഴുവനും ഒരു കടുകുമണി പ്രായം തൻ്റെ ഭണത്തിന്മേൽ വഹിക്കുന്ന അനന്തൻ്റെ അംശാവതാരമായ ബലരാമന് ആ മല ചുമക്കുന്നത് വെറും നിസാരമാണെന്ന് കൃഷ്ണൻ അറിയാം. ഇന്ദ്രയാഗം മുടക്കിയത് താനാണ്. ഗോവർദ്ധനം നമ്മെ രക്ഷിക്കും എന്നുറപ്പ് കൊടുത്തത് ഞാനാണ്. അതുകൊണ്ട് ആ സ്ഥിതിക്ക് ഞാൻ തന്നെ ഇത് ചെയ്യണം എന്ന് കൃഷ്ണൻ ഉറപ്പിച്ചിരുന്നു. അമ്മ മോൻ്റെ അടുത്തു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്: മോനെ, ഈ മല തന്നെത്താൻ പൊങ്ങിയത് തന്നെയാണോ, അതോ എൻ്റെ മകൻ മല ചുമക്കുന്നതാണോ? ഉണ്ണിക്കൈ തളരുകയില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അച്ഛനായ നന്ദഗോപർക്കും മകൻ്റെ ഈ വിധത്തിലുള്ള നിൽപ്പ് കണ്ടിട്ട് പ്രയാസം തോന്നി. എല്ലാവരെയും ബലരാമൻ സമാധാനപ്പെടുത്തുന്നുണ്ട്. കൃഷ്ണന് യാതൊരു കുറവുമില്ല എന്ന് അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഒരു കൊച്ചുകുട്ടി ഒരു വലിയ കുടയും ചൂടി നിൽക്കുന്നത് പോലെ 7 വാസരങ്ങൾ വസുദേവകുമാരൻ അങ്ങനെ അചഞ്ചലനായി നിന്നു. പണ്ട് പാലാഴി മഥനവേളയിൽ ആഴിയിൽ താഴ്ന്നുപോയ മന്ദരഗിരിയെ കൂർമ്മമായി അവതരിച്ച് മുതുകിൽ ചുമന്നു പൊക്കിയ ഭഗവാനെ ആ ഗോവർദ്ധന പർവ്വതം ചുമക്കുന്നത് ഒരു വിനോദം മാത്രമായിരുന്നു. 7 ദിവസം അതിഘോരമായ പ്രളയം. എന്നിട്ടും വൃന്ദാവനവാസികൾക്കോ അവരുടെ പശുക്കൾക്കോ യാതൊരു വിഷമവും സംഭവിച്ചില്ല എന്നറിഞ്ഞ് ഇന്ദ്രൻ പിൻവാങ്ങുവാൻ തീരുമാനിക്കുന്നു. മഴമേഘങ്ങളോട് പിൻവാങ്ങിക്കൊള്ളൂ എന്ന് ആജ്ഞാപിച്ചു. അതിനുശേഷം ഇന്ദ്രന് മനസ്സിലാകുന്നു, ഇത് സാധാരണ ബാലനല്ല, വൈകുണ്ഠനാഥൻ്റെ പൂർണ്ണ അവതാരമാണ് കൃഷ്ണൻ എന്നുള്ള പരമാർത്ഥത്തെ തെറ്റിദ്ധരിച്ച് അഹങ്കാരത്തോടുകൂടി ഈ വിധം പ്രവർത്തിച്ചതുമൂലം ഇനി എന്തെല്ലാം വിപത്തുകളാണ് തനിക്കുമേൽ വരാൻ പോകുന്നത് എന്നോർത്ത് ഇന്ദ്രൻ ഭയപ്പെട്ടു.
കൃഷ്ണൻ വിചാരിച്ചാൽ ഇന്ദ്രപട്ടം പോലും തെറിച്ചു പോകുവാൻ ഇടയുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ ഇന്ദ്രൻ ഭയപ്പെടുകയാണ്. മഴ മാറി, മാനം തെളിഞ്ഞു, ആദിത്യൻ തിളങ്ങി പ്രകാശിച്ചു. കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് സർവ്വഗോപന്മാരും ഗോപികളും തങ്ങളുടെ കുട്ടികളോടും പശുക്കളോടും കൂടി സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. അവർ പോയതിനു ശേഷം ഗോപകുമാരൻ ഗോവർദ്ധനം മെല്ലെ താഴെ ഇറക്കി യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു. അതിനുശേഷം ഗോപന്മാരുടെ പിന്നാലെ ഓടക്കുഴലും വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. 7 വയസ്സു മാത്രം പ്രായമുള്ള ഒരു ബാലൻ ഇത്ര വലിയ ഒരു മല എടുത്ത് ഒറ്റക്കൈയിൽ പിടിച്ചുകൊണ്ട് 7 ദിവസം നിന്നത് ഓർക്കുമ്പോൾ എന്തൊരു അതിശയമാണ്. ഇങ്ങനെ ആളുകൾ പ്രശംസിക്കുന്നത് കേട്ട് നന്ദഗോപൻ നാമക്രിയാവേളയിൽ പണ്ട് ഗർഗമുനി പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു. അങ്ങനെ ഇന്ദ്രൻ്റെ അഹങ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശമിപ്പിച്ചു. ഒരു ദിവസം രാവിലെ ഗോക്കളെ മേയ്ക്കുന്നതിനായി ഗോപാലന്മാർ പോയതിനു ശേഷം ഏകനായി കൃഷ്ണൻ കാളിന്തി തീരത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് സുരഭിയോടുകൂടി ദേവേന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വന്നപാടെ ദേവേന്ദ്രൻ വസുദേവ ബാലൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് താൻ ചെയ്തു പോയ അപരാധം ക്ഷമിച്ചു മാപ്പു നൽകണമേ എന്ന് അപേക്ഷിച്ചു. കൃഷ്ണ, വൈകുണ്ഠപതി, അഹങ്കാരം കൊണ്ടുണ്ടായ ഗർവമാണ് അടിയനെ ഈ വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. അവിടുന്ന് സാക്ഷാൽ വൈകുണ്ഠപതിയാണ് എന്നുള്ള പരമാർത്ഥം പോലും ആ നിമിഷം അടിയൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം. കാമധേനുവായ സുരഭിയും ഗോപാലവേഷം പൂണ്ട് കാണപ്പെട്ട കൃഷ്ണനെ വാഴ്ത്തി സ്തുതിച്ചു. പാൽക്കടലിൽ പള്ളികൊള്ളുന്ന ഹേ പരമാത്മാവായ ഭഗവാനെ, എൻ്റെ വർഗത്തിൽപ്പെട്ട പശുക്കളെ മേയ്ക്കുന്ന ഒരു ഇടയനായി അങ്ങയെ ഞാൻ കാണുന്നു. അങ്ങു ഞങ്ങളെ പാലിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഭഗവാനെ, കൃഷ്ണ, ഈ ഉള്ളവളെ അനുഗ്രഹിക്കണമേ. ഈ വിധം സുരഭി കൃഷ്ണനെ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ആ ഗോപബാലനിൽ അവൾക്ക് ഭക്തി നിറഞ്ഞ വാത്സല്യം വർദ്ധിച്ചു. അതോടുകൂടി അവളുടെ അകിട് ചുരന്നു. ആ അകിട്ടിൽ നിന്നും പീയൂഷ സദൃശ്യമൊഴുകിയ പുണ്യമായ പയസ്സുകൊണ്ട്, ആ പുണ്യ പാലുകൊണ്ട് അവൾ ആ ഗോപബാലനെ അഭിഷേകം ചെയ്തു. ആ അഭിഷേക കർമ്മം നടക്കുന്നതിനിടയിൽ അവൾ ഇപ്രകാരം പറഞ്ഞു: പ്രഭോ, അവിടുന്ന് ഗോസമൂഹത്തിൻ്റെ ഇന്ദ്രനാണ്. അതുകൊണ്ട് അങ്ങയെ ഗോവിന്ദൻ എന്ന നാമത്തിൽ അഭിഷേകം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഭഗവാൻ എങ്ങനെയാണ് ഗോവിന്ദൻ എന്ന നാമം സിദ്ധിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആരാണ് ആദ്യമായി ഭഗവാനെ ഗോവിന്ദൻ എന്ന് വിളിച്ചതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ദ്രനോടൊപ്പം വന്ന സുരഭി തൻ്റെ പാലാൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു. ആ സമയത്ത് സുരഭിയാണ് ഭഗവാനോട് പറയുന്നത്, ഗോക്കളുടെ സമൂഹമായ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഇന്ദ്രനാണ് അവിടുന്ന്. അതുകൊണ്ട് അവിടുത്തെ ഞങ്ങൾ ഗോവിന്ദൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ അഭിഷേകം ചെയ്യുന്നു എന്നാണ് സുരഭി പറഞ്ഞത്. ആ സമയം ഇന്ദ്രൻ ഐരാവതത്തെ അയച്ച് ആകാശഗംഗയിലെ തീർത്ഥജലം കൊണ്ടുവന്നു. ആ ഗജേന്ദ്രനെ കൊണ്ട് ഗംഗാ അഭിഷേകവും ചെയ്യിപ്പിച്ചു. സുരഭിയാലും ഐരാവതത്താലും നടത്തപ്പെട്ട ഗോവിന്ദ പട്ടാഭിഷേകം ദർശിച്ച് ദേവമാമുനി ഗണങ്ങൾ ഭക്തി പുളകിതരായി ഗോവിന്ദ ഗോവിന്ദ എന്ന് വാഴ്ത്തി സ്തുതിച്ചു. ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. അതിനുശേഷം സാക്ഷാൽ വൈകുണ്ഠപതിയായ ഗോവിന്ദമൂർത്തി സുരഭിയെയും ഇന്ദ്രനെയും അനുഗ്രഹിച്ച് അയച്ചതിനു ശേഷം തൻ്റെ ഓടക്കുഴലുമെടുത്ത് ഊതിക്കൊണ്ട് ഗോക്കളുടെ പുറകെ ഓടിത്തുടങ്ങി. അപ്പോഴേക്കും
കൂട്ടുകാരെല്ലാവരും അവിടെ എത്തി. അത്ഭുതത്തോടു കൂടി അവർ ചോദിച്ചു, എന്താ കൃഷ്ണ, നിന്റെ തലയിലും ദേഹത്തിലുമൊക്കെ പാല് പറ്റിയിരിക്കുന്നത്, അതും നല്ല സുഗന്ധമുള്ള പാല്. കൃഷ്ണൻ ചിരിച്ചു. വരൂ, നമുക്ക് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കളിക്കാം. ഇതായിരുന്നു മധുസൂദനൻ്റെ മറുപടി. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് ആ കൊച്ചുണ്ണികൃഷ്ണൻ, ആ ഗോപാലൻ, ആ ഗോവിന്ദൻ ഓടിക്കളിക്കുന്ന രൂപം എത്തുന്നുണ്ടോ? ഗോവർദ്ധനത്തെ തൻ്റെ കയ്യാൽ ഉയർത്തി നിൽക്കുന്ന കൃഷ്ണനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഹരേ കൃഷ്ണ.